ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ചൈതന്യ പുരുഷോത്തമൻ. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ +1 അക്കൗണ്ടൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ ഫുൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, കാരണം അതൊരു വലിയൊരു പാഠമാണ്. അപ്പോൾ നമുക്ക് പാർട്ടുകളായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ടുകളായിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നത്തേതും പോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്. അതും കൂടി എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ രണ്ടാമത്തെ പാഠം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ കാർഡിൽ ഞാനത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അത് കയറി കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ആസ്പെക്റ്റ്, അതായത് കൺസെപ്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കൺവെൻഷനെ കുറിച്ചിട്ടും ഒക്കെയാണ് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാൻ. കുറച്ച് പ്രിൻസിപ്പിൾ, അതായത് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബുക്ക്, അതായത് റെക്കോർഡ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതുപോലെ അനലൈസ് ചെയ്യുക, അവസാന റിപ്പോർട്ടുകൾ യൂസേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒരു സംഭവമായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്, ചാപ്റ്റർ 1 നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ റെക്കോർഡ് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യാനും അതുപോലെ ഓരോ റിപ്പോർട്ടുകളാക്കിയിട്ട് അവരുടെ യൂസേഴ്സിന് കൊടുക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഒരു പോളിസികൾ വേണം, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ, ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറച്ച് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. എന്താണ്? പൊതുവായി അംഗീകരിക്കപ്പെട്ട കുറച്ച് തത്വങ്ങളുണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തത്വങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദീസ് റൂൾസ് ആർ കോൾഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ് സച്ച് ആസ് പ്രിൻസിപ്പിൾ, കൺസെപ്റ്റ്, കൺവെൻഷൻ, പോസ്റ്റുലേറ്റ്, അസംഷൻസ് ആൻഡ് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസിന് തന്നെ പല രീതികളിൽ പല വ്യക്തികളും പറയുന്നുണ്ട്. അതാണിപ്പോൾ നമ്മൾ പറയുന്നത്. റൂൾസിനെ തന്നെ എന്താണ് അതിന് പറയുന്ന പേരാണ്. ചില ആൾക്കാർ പറയാറുണ്ട് കൺസെപ്റ്റ് എന്ന് പറയാറുണ്ട്, ചില ആൾക്കാർ പ്രിൻസിപ്പിൾ എന്ന് പറയാറുണ്ട്, ചില ആൾക്കാർ കൺവെൻഷൻസ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇത്രയും പേരുകളിൽ തന്നെ ഈ പ്രിൻസിപ്പിൾ അറിയപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത്, ഈ പ്രിൻസിപ്പിളിനെ AICPA എന്ന് പറയുന്ന ഒരു സംഘടന എന്താണ്, അതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്, ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണത്? എ ജനറൽ ലോ ഓർ റൂൾ അഡോപ്റ്റഡ് എ പ്രൊവൈസ്ഡ് ആസ് എ ഗൈഡ് ടു ആക്ഷൻ, എ സെറ്റിൽഡ് ഗ്രൗണ്ട് ടു ബേസ് ഓഫ് കണ്ടക്റ്റഡ് ഓർ പ്രാക്ടീസ്. അതായത് ഇതിന് ഇവർ കൊടുത്ത, അതായത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചില ഗൈഡുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കീപ്പ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റൂൾ
to be record all transaction on the basis of historical cost. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഡാറ്റേനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ കാലത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നിയമപരമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതായത് ജനറൽ ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അതാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഗ്യാപ്പ്, GAAP എന്ന് പറയുന്ന സംഭവം. അത് പറയുന്നത് പ്രകാരം എന്താണ്, ഈ റെക്കോർഡ് ചെയ്യാനും അതുപോലെ സമ്മറൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അവസാനം റിപ്പോർട്ടുകൾ അയക്കാനും അടക്കം എന്താണ് ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ഥിരമായ ഒന്നല്ല. അത് എന്താണ് ഓരോ സമയത്ത് അല്ലെങ്കിൽ ഓരോ ഇതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതാണ് പ്രിൻസിപ്പിളിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. The generally accepted accounting principle have evolved over a long period of time on the basis of past experience, usage or customs, statement by individuals and professional bodies and regulations by government agencies, and have general acceptability among most accounting professionals. അതായത് അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട്. ഹൗവർ ദ പ്രിൻസിപ്പിൾസ് ഓർ അക്കൗണ്ടിങ് ആർ നോട്ട് സ്റ്റാറ്റിക് ഇൻ നേച്ചർ. എന്താണ് പറയുന്നത്, അതായത് അക്കൗണ്ടിങ് എന്നൊരു നേച്ചറായിട്ട് നമുക്ക് അല്ലെങ്കിൽ എന്താണ് സ്ഥിരമാക്കി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് മാറുന്നത്, എങ്ങനെയാണ് അതിൽ ചേഞ്ചസ് വരുന്നത്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ചേഞ്ചസ് വരുന്നത്. ദീസ് ആർ കോൺസ്റ്റൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ദി ലീഗൽ, അതായത് ലീഗൽ പരമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ്, അതുപോലെ എന്താണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് എൻവയൺമെൻറ്റ് ആസ് വെൽ ആസ് ദ നീഡ്സ് ഓഫ് ദി യൂസേഴ്സ്. എന്താണ് സോഷ്യൽ പരമായിട്ടും എക്കണോമിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ ചേഞ്ചസിൽ ആ എൻവയൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഈ നിയമത്തിൽ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിളിൻ്റെ ഒരു പൊതുവായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആരൊക്കെ കൂടിയിട്ടാണ്, യൂസേജ് ഓർ കസ്റ്റമേഴ്സ്, സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൊഫഷണൽ ബോഡീസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ഗവൺമെൻറ് ഏജൻസീസ്. ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇവരൊക്കെ അംഗീകരിക്കപ്പെട്ട രീതിയിലാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ എന്തല്ല, സ്ഥിരമായ ഒരു നേച്ചർ സ്വഭാവമുള്ള ഒന്നല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗൽ ചേഞ്ചസ് വരുമ്പോൾ, അതുപോലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് എൻവയൺമെൻറ്റിലുള്ള ചേഞ്ചസ്, ഇതൊക്കെ എന്താണ് അതിൻ്റെ മാറ്റത്തിന് വിധേയമാക്കുന്ന ചേഞ്ചസുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ഒരു പൊതുവായൊരു ആമുഖം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ റെഫർ ടു കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ. അതായത് ഈ പ്രിൻസിപ്പിളിന് തന്നെ മറ്റൊരു പേരാണ് എന്ത്, കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ആശയങ്ങൾ എന്നും പറയാറുണ്ട്, അതുപോലെ സമ്പ്രദായങ്ങൾ സമ്പ്രദായം എന്നും പറയാറുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആശയം, അതുപോലെ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പ്രദായം എന്ന രീതിയിലാണ് പറയുന്നത്. ദ ടേംസ് കൺസെപ്റ്റ് റിഫേഴ്സ് ടു ദി നെസസറി assumptions and ideas which are fundamental to accounting practice, and the terms convention cannot customize to traditional as a guide to the preparation of accounting statement.
അതായത് എന്നാ പറയുന്നത്, കൺവെൻഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിളിന് മറ്റ് രണ്ട് പേരുകളാണ് എന്ത്, ആക്സെപ്റ്റും കൺവെൻഷനും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആശയങ്ങൾ, കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാവും. ആശയങ്ങളും സങ്കല്പങ്ങളും ഒക്കെയാണ് എന്ത്, ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ട്രഡീഷണൽ പരമായിട്ടുള്ള കുറേ ഗൈഡുകൾ, അതൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് നമ്മളെ ഈ കൺവെൻഷൻ. സമ്പ്രദായം എന്ന് പറയുന്നത് അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജനറൽ ആക്സെപ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ളൊരു എന്താ പറയുക, ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള ഒരു പൊതുവായൊരു കാര്യങ്ങളാണ് ഞാൻ ഇത്ര വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ആക്സെപ്റ്റഡ് അക്കൗണ്ട് ആണെങ്കിൽ ജനറൽ ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബേസിക് കൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട്, കൺസെപ്റ്റിന് ഞാൻ പറയുന്നത് കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബുക്സ് റെക്കോർഡ് ചെയ്യുന്നതും കീപ്പ് ചെയ്യുന്നതും ഒക്കെ ഈ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 10-13ഓളം കൺസെപ്റ്റുകളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി അങ്ങോട്ടേക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രിൻസിപ്പിളും ഈ കൺസെപ്റ്റുകളും കൃത്യമായി ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെയും അതുപോലെ ഓണേഴ്സിനെയും രണ്ട് തരത്തിലേക്കാണ് കാണുന്നത്. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി, മറ്റൊന്ന് എന്താണ് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാതെ ബിസിനസ്സും ഓണറും ഒന്നാണെന്നുള്ളൊരു ചിന്തയല്ല അവിടെ വരുന്നത്. കാരണം എന്താണ്, ബിസിനസ് വേറൊരു എൻറ്റിറ്റി, അതുപോലെ തന്നെ ഓണറും വേറൊരു എൻറ്റിറ്റി. ആ ഒരു രീതിയിലാണ് ബിസിനസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഓണർ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്, അത് ബിസിനസ്സിന് ഉടമയോടുള്ള ഒരു ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ബിസിനസ്സിന് ഉടമയോടുള്ള ഒരു ബാധ്യത മനസ്സിലാക്കണം. ബിസിനസ്സിന് ഉടമയോടുള്ള ഒരു ബാധ്യത, അതായത് ഓണറിനോടുള്ള ഒരു ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു ലയബിലിറ്റിയാണ്, ബിസിനസ്സിനോ ഓണറിനോടുള്ള ഒരു ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്. ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. It means that for the purpose of accounting, the business and its owners are to be treated as two separate entities. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിനെയും ഓണേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. Keeping this in view, when a person bring in same money as capital into his business accounting records, it is treated as liability of the business to the owner. അതായത് ബിസിനസ്സിലേക്ക് ഓണേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബുക്സ് ഓഫ് റെക്കോർഡിങ്ങിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സിൽ എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യുന്നത്, ബിസിനസ്സിന് ഓണേഴ്സിനോടുള്ള ഒരു ലയബിലിറ്റി ആയിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിന് ഓണേഴ്സിനോടുള്ള ലയബിലിറ്റി, അതായത് ബാധ്യത ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ. ഹിയർ വൺ സെപ്പറേറ്റ് എൻറ്റിറ്റി ഈസ്, അതായത് ബ്രാക്കറ്റിൽ ഓണേഴ്സ് ഈസ് അസ്യൂംഡ് ടു ബി ഗിവിങ് മണി ടു അനദർ ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റി, അതായത് ബിസിനസ് യൂണിറ്റ്. അതായത് ഒരു എൻറ്റിറ്റിയായ ഓണർ എന്ത് ചെയ്യുന്നു, മണി അനദർ എൻറ്റിറ്റിയായ, അതായത് ബിസിനസ്സിലേക്ക്
ക്യാപിറ്റൽ അല്ലെങ്കിൽ മണിയായിട്ട് കൊടുക്കുന്നു എന്ന രീതിയിലാണ് ഇവിടെ കീപ്പ് ചെയ്യാറ്. അല്ലാതെ ബിസിനസ്മാനും ഓണറും ഒന്നാണെന്നുള്ളൊരു ചിന്തയല്ല ഇവിടെ കൊണ്ടുവരുന്നത്. രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് കാണുന്നത്. ബിസിനസ് ഒരു എൻറ്റിറ്റി, ഓണർ മറ്റൊരു എൻറ്റിറ്റി എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. വെൻ ദ ഓണർ വിഡ്രോ എനി മണി ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ എക്സ്പെൻസ്, അതായത് ഡ്രോയിങ്സ്, ഇതൊക്കെ ഈ വേർഡുകളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിഡക്ഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് കോൺസിക്വൻ്റ്ലി എ റിഡക്ഷൻ ഇൻ ദി ലയബിലിറ്റീസ് ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ്മാൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർ എന്ത് ചെയ്യുന്നു, അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഈ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്നും പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, റിഡക്ഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്യും. അതായത് അത്രത്തോളം എന്ത് ചെയ്യും, ബിസിനസ്സിൻ്റെ ബാധ്യതയിൽ നിന്നും എന്ത് ചെയ്യും, ഈ പൈസ റിഡക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുക, കുറച്ചിട്ടാണ് കാണിക്കുക. അതായത് വ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് അല്ലെങ്കിൽ ഓണർ അവരുടെ ആവശ്യത്തിനായി ഈ ക്യാപിറ്റലിൽ നിന്നും പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിഡക്ഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന രീതിയിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അത്രത്തോളം ബിസിനസ്സിൻ്റെ ബാധ്യതയിൽ നിന്ന് എന്ത് ചെയ്യും, ബിസിനസ്സിന് ഓണേഴ്സിനുള്ള ബാധ്യത എന്ത് ചെയ്യും, കുറയും. അതാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഓണേഴ്സിൻ്റെ പേഴ്സണൽ ആസ്തികളോ അസറ്റുകളോ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, റെക്കോർഡിൽ കീപ്പ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡിൽ രേഖപ്പെടുത്താറില്ല എന്നാണ് പറയുന്നത്. മുഴുവനും എന്താണ്, ബിസിനസ്സിൻ്റെ വ്യൂവിലാണ് റെക്കോർഡ് മുഴുവനും കീപ്പ് ചെയ്യാറ്. അവിടെ ഓണേഴ്സിൻ്റെ വ്യൂവിന് ഒരു പ്രാധാന്യവും ഇല്ല. ഓണേഴ്സിൻ്റെ പേഴ്സണൽ ആസ്തികളോ പേഴ്സണൽ അസറ്റുകളോ ഒന്നും തന്നെ, പേഴ്സണൽ ബാധ്യതകളോ അല്ലെങ്കിൽ ലയബിലിറ്റികളോ ഒന്നും തന്നെ എന്ത് ചെയ്യാറില്ല, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഓഫ് ബുക്സിൽ രേഖപ്പെടുത്തി വെക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ ബിസിനസ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഫസ്റ്റത്തെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. അത് ഇതുപോലെ തന്നെയാണ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ബുക്സ് ഓഫ് റെക്കോർഡിങ്ങിൽ അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന സമയത്ത്, റെക്കോർഡിൽ രേഖപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മണി മെഷർമെൻറ്റിൽ അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, രേഖപ്പെടുത്താൻ പാടുള്ളൂ. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുള്ളൂ. അതായത് എക്സ്പ്രസ് ചെയ്യുന്ന ന്യൂമറിക്കൽ ടേംസിൽ അല്ലെങ്കിൽ മണി ടേംസിലായിരിക്കണം എന്നാണ് പറയുന്നത്. മണി ടേംസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്, മണി ടേംസിൽ മാത്രം. അതായത് ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പം എന്താ പറയുക, സെയിൽസ് ഓഫ് ഗുഡ്സ് വേണമെങ്കിൽ പറയാം, പർച്ചേസ് ഓഫ് ഗുഡ്സ് പറയാം, സാലറി പറയാം, ഇതൊക്കെ പറയാം. ഇതെല്ലാം മണി ടേംസിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കാം, പണത്തിൻ്റെ അളവിൽ മാത്രം രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഒരു ബിൽഡിങ് നമ്മൾ റെൻറ്റിന് കൊടുത്തു. അപ്പോൾ ആ റെൻറ്റിന് കൊടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ റെൻ്റ് എത്ര കിട്ടി, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പണത്തിൻ്റെ മൂല്യത്തിൽ നമ്മൾ എഴുതേണ്ടത്. എത്ര രൂപ റെൻ്റ് കിട്ടി എന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. അതല്ലാതെ നമ്മൾ എന്താണ്, ഇപ്പം അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജേഴ്സ്, capability of its human resources, or creativity of its research department, or image of the organization among people in general do not find a place in the
റെക്കോർഡ്സ് ഓഫ് ഫേംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രേഖപ്പെടുത്തി വെക്കാൻ പാടുള്ളതല്ല. കാരണം ഇതെല്ലാം എന്താണ്, നമുക്ക് മണി ടേംസിൽ നമുക്ക് അളക്കാൻ കഴിയില്ല ഒരിക്കലും. കാരണം അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു മാനേജറിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യും. നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ഇത് മണി ടേംസിൽ എഴുതാൻ പറ്റും, നമുക്കതിന് കഴിയില്ല. അപ്പോൾ മണി മെഷർമെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മണി മെഷർമെൻറ്റ് പോളിസി അല്ലെങ്കിൽ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തി വെക്കാൻ പാടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മോണിറ്ററി, അതായത് അനദർ ഇമ്പോർട്ടൻ്റ് എക്സെപ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് മണി മെഷർമെൻറ്റ് ഈസ് ദാറ്റ് ദ റെക്കോർഡ്സ് ഓഫ് ദ ട്രാൻസാക്ഷൻ ആർ ടു ബി കെപ്റ്റ് നോട്ട് എ ഫിസിക്കൽ യൂണിറ്റ് ബട്ട് ഇൻ ദ മോണിറ്ററി ടേംസ്. അതായത് ഫിസിക്കൽ യൂണിറ്റുള്ള ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താൻ പാടില്ല. ഓൺലി മോണിറ്ററി യൂണിറ്റിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിന് 5 ഏക്കർ ഒരു ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. 5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിന് എത്രയാണോ വില, അതിന് എത്ര രൂപയാണോ വില, അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കാൻ പാടുള്ളൂ. അതിൻ്റെ വില മാത്രം. അല്ലാതെ 5 ഏക്കർ ഉണ്ടെങ്കിൽ ആ 5 ഏക്കർ ഉണ്ട് എന്നുള്ളതല്ല നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കേണ്ടത്. അതിന് എത്രയാണോ വില, ആ വിലയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഇത്രയൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഇതിനും ഈ ഒരു കൺസെപ്റ്റിന് ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകളാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. The money measurement assumption is not free from limitations. Due to the changes in price, the value of money does not remain the same over a period of time. The value of rupee today on account of rise in price in much fees than that it was say 10 years back. എന്താണ്, ഇപ്പോൾ പണത്തിൻ്റെ മൂല്യം ആയതുകൊണ്ട് തന്നെ, പണത്തിൻ്റെ മൂല്യത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിലയിൽ ചേഞ്ചസ് ഉണ്ടാവും. എല്ലാ സമയത്തും ഒരേ വില തന്നെ ആവണമെന്നില്ലല്ലോ ഓരോ സാധനങ്ങൾക്കും ഉണ്ടാവുക. അപ്പോൾ വിലയിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പണത്തിൻ്റെ മൂല്യത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പം ഇപ്പം 2018 വാങ്ങിച്ച ഒരു സാധനത്തിൻ്റെ വില ആയിരിക്കില്ല 2020 2021 ഉണ്ടാവുക. അപ്പോൾ ആ പണത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയോ കൂടുകയോ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്, 1900 അതായത് 1995 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സാധനം 2 കോടി രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു. അതുപോലെ തന്നെ 2005 നമ്മൾ എന്ത് ചെയ്യുന്നു, 1 കോടി രൂപയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു എന്നിരിക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 3 കോടി രൂപ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നു, രണ്ടും സമയത്താണ്, ഡിഫറെൻ്റ് ടൈമിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ രണ്ടും എന്ത് ചെയ്യുന്നത്, കൂട്ടിയിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതൊരു സത്യമായൊരു വിലയായിരിക്കില്ല കിട്ടുക. അതാണ് സംഭവം. കാരണം ഒരു എന്താ പറയുക, ശരിക്കുള്ളൊരു വിലയായിരിക്കില്ല അതിന് ഉണ്ടാവുക. അതാണ് പറയുന്നത്, ശരിക്കുള്ളൊരു വിലയായിരിക്കില്ല അതിന് ഉണ്ടാവുക. കാരണം നമ്മൾ 3 കോടി എഴുതിയിട്ടുണ്ടെങ്കിലും എന്താണ് സംഭവം, അതിൻ്റെ യഥാർത്ഥ ഒരു പ്രൈസ് എന്ന് പറയുന്ന 3 കോടി ആയിരിക്കില്ല. കാരണം നമ്മൾ ഒന്നാമത്തെ 2 കോടിക്ക് നമ്മൾ എപ്പോഴാണ് വാങ്ങിച്ചത്, 1995 നമ്മൾ വാങ്ങിച്ചത്. പിന്നെ വാങ്ങിക്കുന്നത് നമ്മൾ 2005 അപ്പോഴേക്കും അതെന്താണ്, 1 കോടിക്കാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതിയ രൂപയാണ് 3 കോടി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 3 കോടി ആയിരിക്കില്ലല്ലോ ചിലപ്പോൾ അതിൻ്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ യഥാർത്ഥ പ്രൈസ് എന്ന് പറയുന്നത് അതായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ എന്തായിരിക്കും ഇതിലൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഈ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിലൊരു പോരായ്മയായിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് മണി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ടോട്ടലി ഇത്രയേ ഉള്ളൂ. മണി മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെക്കും. ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്താ പറയുക പർച്ചേസ് ഓഫ് ഗുഡ്സ് എഴുതുക, പർച്ചേസ് ഓഫ് മെഷീനറി എഴുതുക, സെയിൽസ് ഓഫ് ഗുഡ്സ് എഴുതുക, പേയിങ് റെൻ്റ് എഴുതുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. ഇതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്.